الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകത്തുള്ള വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ച് ഏറെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടുകൂടെയും കഴിയുന്ന സന്ദർഭമാണിത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കുടുംബത്തിൻ്റെ ചരിത്രം ഓർക്കുകയും ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്തവരാണ് നമ്മളെല്ലാവരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം വായിച്ചു പോകുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളുമായി കൊണ്ടുള്ള ബന്ധം വളരെ വൈകാരികമായാണ് നമ്മളത് വായിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ മകൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പിതാവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കേൾക്കാൻ സന്നദ്ധനാകുന്ന ഒരു മകനായിക്കൊണ്ടാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ നമ്മൾ വായിക്കുന്നത്. ഓരോ വിശ്വാസികളും ആഗ്രഹിക്കുന്നത് അനുസരണയുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മകനുണ്ടാകണം, മകളുണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഒരു കർഷകൻ അദ്ദേഹത്തിന് നല്ല ഫലമുണ്ടാകുന്നത്, ആ ഫലം ലഭിക്കണമെങ്കിൽ കർഷകൻ ഒരു വിത്തുപാകുമ്പോൾ, അതേപോലെ തന്നെ ആ കൃഷിയുടെ വിവിധ സന്ദർഭങ്ങളിൽ കർഷകൻ കൊടുക്കേണ്ട പരിചരണം, ശ്രദ്ധ കൊടുത്തിട്ടില്ല എങ്കിൽ ഫലം മോശമാകും. അതുപോലെയാണ് നമ്മുടെ മക്കളുടെ വിഷയവും. മക്കളെ നമ്മൾ എപ്രകാരം ശ്രദ്ധിക്കുന്നുവോ, എത്രമാത്രം പ്രാധാന്യം അവരുടെ വിഷയത്തിൽ നമ്മൾ കൊടുക്കുന്നോ, അതുപോലെയാണ് നമ്മുടെ മക്കളുടെയും നന്മ, അല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ നന്മയിലേക്ക് വരിക എന്ന് അടിസ്ഥാനപരമായി മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മുടെ മക്കൾക്കൊരു അടിത്തറ പാകേണ്ട,
നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് മാതാപിതാക്കൾ ഇപ്പോഴുള്ളത്. നമുക്കറിയാം, ഞാൻ ഇന്നലെ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുകയാണ്, ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയ കോഴ്സുകളെക്കുറിച്ച്, പുതിയ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ അവരും അവരുടെ രക്ഷിതാക്കളും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മറ്റു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷം ആളുകളും ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പ്രമോഷൻ ലഭിച്ച് വിജയം നേടി ആ ക്ലാസ്സിലെ പഠനവുമായി ഇടപഴകാൻ, അതുമായി ബന്ധപ്പെടാൻ കാത്തിരിക്കുന്ന സന്ദർഭം കൂടെയാണിത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഓരോ മാതാവും പിതാവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഏതാനും ചില പോയിന്റുകളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം അറിവിനെ പ്രോത്സാഹിപ്പിച്ച മതമാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയേണ്ട യാതൊരാവശ്യവും ഈ ശ്രോതാക്കളുടെ മുമ്പിലില്ല. വിശുദ്ധ ഖുർആൻ നിരന്തരം ഓതുന്ന, വിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിച്ച ഏതൊരാൾക്കും അറിയാം, ഖുർആനിലെ ആദ്യത്തെ ആയത്ത് തന്നെ പഠനവുമായി ബന്ധപ്പെട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ റബ്ബദിന് തെരഞ്ഞെടുത്ത ആദ്യത്തെ 5 ആയത്തുകൾ, ആ 5 ആയത്തുകളിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഉതകുന്ന ആയത്തുകളാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചാൽ 5 തവണയാണ് അറിവുമായി, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. വായനയെക്കുറിച്ച്, പേനയെക്കുറിച്ച്, അതേപോലെ തന്നെ അറിവിനെക്കുറിച്ച്, അറിവില്ലാത്തവരെക്കുറിച്ചൊക്കെ, ഈ പഠിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ അല്ലാഹു ഈ ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തുകൾ ഓതിപ്പോകുന്ന ഏതൊരു മനുഷ്യനും ഇസ്ലാം വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിയ മതമാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ആയത്തിന് നൽകിയ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞ ചില ഭാഗങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ആരംഭിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറയാൻ വേണ്ടിയല്ല, അതേപോലെ തന്നെ നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ടുമല്ല, മറിച്ച് വായിക്കാൻ കൽപ്പിച്ചുകൊണ്ടാണ്. വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ്, ഒരു പ്രയോഗമാണ് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊടുക്കുന്നത്. നമസ്കരിക്കാനോ നോമ്പ് നോൽക്കാനോ കൽപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് വായിക്കാൻ പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അറിവില്ലാതെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. അടിവരട്ട് മനസ്സിലാക്കണത്, അറിവില്ലാതെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ജീവൻ ഉണ്ടാവില്ല. ഒരു ഇബാദത്ത് അത് ജീവനുള്ളതാകണമെങ്കിൽ, അത് പൂർണ്ണമായ രീതിയിൽ എത്തണമെങ്കിൽ അതിനെന്ത് വേണം? അറിവ് അനിവാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയണം, പഠിക്കണം, വായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്നാണ് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിൻ്റെ മേലും, മുസ്ലിമായിക്കൊണ്ട് ലോകത്ത് ആരൊക്കെയുണ്ടോ അവൻ്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് അറിവ് അന്വേഷിക്കുക, അറിവ് നേടുക എന്നുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഹാജത്തുൻ നാസി ഇലൽ ഇൽമി അശദ്ദു മിൻ ഹാജതിഹിം ഇല ത്വആമി വശറാബ്. ഭക്ഷണവും പാനീയവും ഇല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. എന്നാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഒരു മനുഷ്യന് ഭക്ഷണത്തെക്കാളേറെ പാനീയത്തെക്കാളേറെ ആവശ്യമുള്ളത് ഇൽമാണ്, അറിവാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ലിഅന്ന ത്വആമ വശറാബ യുഹ്താജു ഇലൈഹി ഫിൽ യൗമി മറത്തൻ ഔ മറത്തൈൻ. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ഭക്ഷണം ആവശ്യമുള്ളത് 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ ചെറിയ എണ്ണം മാത്രമാണ്. വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രമാണ് മനുഷ്യന് ഭക്ഷണവും വെള്ളവും ആവശ്യമുള്ളത്. എന്നാൽ വഹാജതഹു ഇലൽ ഇൽമി ബിഅദദി അൻഫാസിഹി, ഒരു മനുഷ്യൻ അവൻ്റെ ശ്വസനം നടക്കുന്ന സമയം മുഴുവൻ, അവൻ്റെ ഓരോ ശ്വാസത്തിലും അവന് അറിവ് അനിവാര്യമാണ്. അവനുമായി ബന്ധപ്പെടുന്ന ഏത് കാര്യമാകട്ടെ, അത് മതമാകട്ടെ ഭൗതികമാകട്ടെ, അറിവില്ലാതെ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥമെന്ന് മുസ്ലിം ലോകത്ത് ഇജ്മാ ഉള്ള വിഷയമാണ് സ്വഹീഹുൽ ബുഖാരി. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബ് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും എല്ലാ വിശ്വാസികളും മുസ്ലിം പണ്ഡിതന്മാർ ഇത്തിഫാഖ് നൽകിയ വിഷയമാണ് അസഹുൽ കിതാബ്, അഥവാ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥം ഏതാ? അത് ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ബാബുണ്ട്, ഒരു അധ്യായത്തിന് നൽകിയ പേരെന്തറിയോ? ബാബുൻ അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ എന്നാണ്. ആ ബാബിന്റെ അധ്യായത്തിന്റെ പേര് അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഖൗലില്ലാഹി തആല ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് അദ്ദേഹം അതിനെ തെളിവായി കൊണ്ട് പറയുന്നത്. അഥവാ സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പ് അറിവുണ്ടായിരിക്കൽ നിർബന്ധമാണ് എന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരു അധ്യായത്തിന് ബാബ് നൽകിയത്, ഒരു തലക്കെട്ട് നൽകിയിട്ടുള്ളത്. അതിന് തെളിവായി അദ്ദേഹം പറയുന്നത് എന്താ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ അറിയണം ആരാധനക്കർഹനായി അല്ലാഹു മാത്രമാണ് ഉള്ളത് എന്ന് നീ അറിയണം. അപ്പൊ നോക്കൂ നിങ്ങൾ, അറിവിന്റെ ആവശ്യകത, ഒരു വിശ്വാസിക്ക് എത്രമാത്രം അറിവ് നേടണം എന്നാണ് ഈ പണ്ഡിതന്മാരുടെ വചനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് മുജാദിലയിലെ 11-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഒരു മനുഷ്യന്റെ പദവികൾ ഉയരാൻ കാരണം സത്യവിശ്വാസത്തോടൊപ്പം വിജ്ഞാനം കൂടെ കൈവരിക്കുമ്പോഴാണ്, അറിവ് കൂടെ എടുക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതനാകുന്നത്, അവന്റെ ദറജകൾ ഉയരുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബദർ യുദ്ധത്തിന്റെ ചരിത്രം നമുക്കറിയാം. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പോരാടാൻ വന്ന ചില ആളുകളെ ബന്ദികളാക്കി, അവരെ പിടികൂടി മുസ്ലിങ്ങൾ. ആ കാലഘട്ടത്തിൽ ഒരു സമ്പ്രദായമാണ്, യുദ്ധ തടവുകാരുണ്ട്. അവരെ പിടികൂടിയാൽ അവർ യുദ്ധ തടവുകാരാണ്, അടിമകളാണ്. ഇന്ന് ആ സിസ്റ്റം ഇല്ല. നോക്കൂ നിങ്ങൾ, ആ അടിമകളായ ആളുകളെ പല രീതിയിൽ മോചിപ്പിക്കും. അവരിന്ന് പണം വാങ്ങി മോചിപ്പിക്കാം, അതേപോലെ തന്നെ ഒരുപക്ഷെ ഒരു കരാറൊക്കെ ഉണ്ടാക്കി മോചിപ്പിക്കാം. അങ്ങനെ പല രീതിയിൽ മോചനങ്ങൾ നടക്കാം. ഈ ബദറിലെ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി വെച്ച നിബന്ധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധന എന്താണ്? ആ ബദറിൽ ബന്ദികളായി പിടികൂടിയ ആളുകൾ അറിവുള്ള ആളുകളായിരുന്നു, അവർ വിജ്ഞാനമുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിജ്ഞാനമുള്ള ആളുകൾ തങ്ങളുടെ അറിവ് മുസ്ലിങ്ങളായ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, മുസ്ലിങ്ങൾക്ക് ആ അറിവ് പകർന്നു കൊടുക്കണം എന്ന നിബന്ധന വെച്ചത് ചരിത്രത്തിൽ നമ്മൾ വായിക്കണം. നോക്കൂ നിങ്ങൾ, എത്രമാത്രം അറിവിന് പ്രാധാന്യം നൽകി. സ്വന്തം ശരീരത്തിന് നേരെ പാഞ്ഞെടുത്ത ശത്രുവിനെ പിടികൂടി ആ ശത്രുവിനെ കൊന്നുകളയാതെ അവനെ മോചിപ്പിക്കാനുള്ള നിബന്ധനയായി മുന്നോട്ട് വെച്ചത് അവനുള്ള അറിവെന്ത് ചെയ്യണം? പകർന്നു കൊടുക്കണം. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ദീൻ. ഇത്രമാത്രം അറിവിനെ പ്രോത്സാഹിപ്പിച്ച, അറിവ് നേടണമെന്ന് പറഞ്ഞ മതത്തിന്റെ അനുയായികൾ ഇന്നെവിടെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഏത് മേഖലയാകട്ടെ, മതപരമായ മേഖലയായാലും ഭൗതികമായ മേഖലയായാലും, അറിവിന്റെ മേഖലയിൽ ഈ ഉമ്മത്ത് പിറകോട്ട് പോയിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണം നമ്മളാണ്, അതിന്റെ ഉത്തരവാദിത്തം നമുക്കാണ്. ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പിറകോട്ട് പോയാൽ ഇന്ന് ലോകത്ത് നേടിയ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ഉന്നതമായ ഏത് നിലയെടുത്തു നോക്കിയാലും അവിടെയൊക്കെ മുസ്ലിങ്ങളുടെ ഭാരിച്ച സംഭാവനകൾ കാണാൻ സാധിക്കും. അത് വൈദ്യശാസ്ത്രമാകട്ടെ, ഏത് മേഖലയാകട്ടെ, വിശദീകരിക്കാൻ സമയമല്ല. ആഴത്തിൽ പഠിക്കുന്ന ആളുകൾക്കറിയാം, ഒട്ടുമിക്ക പഠനത്തിൻ്റെയും ഒട്ടുമിക്ക വിജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനം അതിൽ മുസ്ലിം പണ്ഡിതൻ ഉണ്ടാകും, ഒരു മുസ്ലിമായ ഒരാൾ ഉണ്ടാകും. കാരണം അത്രമാത്രം അറിവിനെ സ്നേഹിച്ചവരായിരുന്നു ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആളുകൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഖുത്ബയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്, ഈ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ അടക്കമുള്ള രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട അറിവിന്റെ മേഖലയിൽ ഗൗരവമായ ശ്രദ്ധ നമുക്കുണ്ടാകണം. ഞാൻ പറയുന്നത് കേവലം മതപരമായ അറിവുകൾ മാത്രം നമ്മുടെ കുട്ടികൾക്ക് നൽകണമെന്നല്ല. ഞാൻ ഓതി വെച്ച ആയത്ത് എന്താണ്? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഈ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. ഈ ആയത്ത് എല്ലാവർക്കും അറിയാം. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണം, ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണം. വഫിൽ ആഖിറതി ഹസന, പരലോകത്തിൽ ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണം. വഖിന അദാബന്നാർ, ഞങ്ങളെ നീ നരക ശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണമെന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഈ ആയത്തിന് മഹാനായ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നൽകിയ വിശദീകരണമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഫജമഅതു ഹാദിഹി ദഅവതു കുല്ല ഖൈരിൻ ഫിദ്ദുനിയ വസറഫത് കുല്ല ശർരിൻ.
എന്താണ് ഈ ആയത്തിലൂടെ ഒരു വിശ്വാസി ചോദിക്കുന്നത്? ഈ പ്രാർത്ഥന ദുനിയാവിലെ എല്ലാ നന്മകളെയും ഒരുമിച്ച് കൂട്ടുകയും എല്ലാ തിന്മകളെ തൊട്ടും തടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയുമാണ്. ഈ ആയത്തിൽ എല്ലാ നന്മകളും ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ദുനിയാവിലെ നന്മ? ദുനിയാവിലെ ഹസനാത്ത്, നന്മ എന്ന് പറഞ്ഞാൽ അതിൽ ആരോഗ്യമുണ്ട്, അതിൽ വീടുണ്ട്, അതിൽ ഉപജീവനമുണ്ട്, അതിൽ അറിവുമുണ്ട് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത്. അവ നമ്മുടെ പ്രാർത്ഥനയിലുള്ള ഒരു ഭാഗമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അറിവ് നൽകണം. ആ അറിവെന്താ? അത് മതപരമായ അറിവ് മാത്രമാണ്? ഒരിക്കലുമല്ല. ഭൗതികമായ വിദ്യാഭ്യാസവും ഒരു മനുഷ്യൻ നേടിയെടുക്കേണ്ടത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ മനുഷ്യന്റെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന, മനുഷ്യനോട് ആലോചിക്കാൻ പറയുന്ന, ചിന്തിക്കാൻ പറയുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ നോക്കുന്നില്ലേ? അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ നോക്കുന്നില്ല എന്ന ചോദ്യമുണ്ട് ഖുർആനിൽ. വഇല സമായി കൈഫ റുഫിഅത്, ആകാശം എങ്ങനെയാണ് വിധാനിക്കപ്പെട്ടത്? തൂണുകളില്ലാതെ ആകാശം എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുന്നില്ല എന്ന ചോദ്യമുണ്ട്. അഫലാ തദ്കുറൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അഫലാ തതദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇത് ഖുർആന്റെ ചോദ്യമാണ്. മനുഷ്യന്റെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മതപരമായ അറിവുകൾക്ക് പ്രാധാന്യമുണ്ട്. അതോടൊപ്പം ഭൗതികമായ വിദ്യാഭ്യാസവും നമ്മൾ നേടിയെടുക്കണം. എന്നാൽ അവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മളിൽ പല ആളുകളും മതപരമായ അറിവുകളെ അവഗണിക്കുകയും ഭൗതിക വിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഭൗതിക വിദ്യാഭ്യാസം വേണം. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ലാ അലമു ഇൽമൻ ബഅദൽ ഹലാലി വൽ ഹറാം അംബല മിന തിബ്ബ് എന്നാണ്. എന്താ വാചകത്തിന്റെ അർത്ഥം? ആരാ? ഇമാം ഷാഫി. ലോകത്തിന് വലിയ അറിവുകൾ സമ്മാനിച്ച, ഇസ്ലാമിക ലോകത്ത് ഫിഖ്ഹിൽ വലിയ അറിവുകൾ നമുക്ക് സമ്മാനിച്ച മഹാപണ്ഡിതൻ. അദ്ദേഹം പറയുകയാണ്, ലാ അലമു, എനിക്കറിയില്ല, ലാ അലമു ഇൽമൻ ബഅദൽ ഹലാലി വൽ ഹറാം, ഹലാലും ഹറാമും അടക്കമുള്ള അഥവാ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ കഴിഞ്ഞാൽ അതിനേക്കാൾ വൈദ്യശാസ്ത്രത്തെക്കാൾ നല്ല ഒരു അറിവുള്ളതായി എനിക്കറിയില്ല എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇഷ്ടപ്പെട്ട അറിവാണ് ഇൽമു തിബ്ബ്, വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അമ്പെയ്ത്ത് അദ്ദേഹം ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതൊരു അറിവാണ്, അതൊരു ഇൽമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം ഒരു അമുസ്ലിമായ മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹം ആദരിക്കുന്നത് കണ്ടു, ബഹുമാനിക്കുന്നത് കണ്ടു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എനിക്കൊരു ഇൽമുണ്ടായിരുന്നില്ല. ഈ നായ മൂത്രമൊഴിക്കുമ്പോൾ അത് കാല് പൊക്കുന്നത് മൂത്രമൊഴിക്കാനാണ് എന്ന അറിവ് എനിക്കുണ്ടായിരുന്നില്ല. അതെനിക്ക് ആദ്യം പറഞ്ഞു തന്നത് ആ മനുഷ്യനാണ്. നോക്കൂ നിങ്ങൾ, ഒരറിവ് നൽകിയ ആളെ അദ്ദേഹം ആദരിക്കുകയാണ്. അറിവിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ അടുത്ത വാചകം, ഞാൻ പറയുന്ന അടുത്ത വാചകം ഓരോ രക്ഷിതാക്കളും ആലോചിക്കണം. ഒരു പക്ഷിയെ അത് ഉയരങ്ങളിലേക്ക് പറക്കാൻ പര്യാപ്തമാക്കുന്നത്, അതിന് ശക്തി പകരുന്നത് ആ പക്ഷിയുടെ രണ്ട് ചിറകുകളാണ്. രണ്ട് ചിറകുകളില്ലാത്ത ഒരു പക്ഷിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു പക്ഷിക്ക് ആകാശത്ത് ഉയർന്ന് പറക്കണമെങ്കിൽ രണ്ട് ചിറകുകളും ഒരുപോലെ ശക്തമായിരിക്കണം. ഇതാണ് അറിവിന്റെ മേഖലയിൽ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കുട്ടിക്ക് ഒരു ചിറക് മാത്രം കൊടുത്താൽ പോരാ, ഭൗതിക വിദ്യാഭ്യാസമാകുന്ന ചിറക് മാത്രം നൽകിയാൽ പോരാ. നമ്മുടെ കുട്ടികൾ നിലത്ത് വീഴും, ഒരു സംശയമല്ല, ഒരു സംശയം അവർ നിലത്ത് വീഴും. എന്നാൽ ആ രണ്ട് ചിറകുകളും ശക്തമാക്കാൻ മതപരമായ ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ കൂടെ മതപരമായ അറിവ് കൂടെ പകർന്നു കൊടുത്ത് അവരുടെ രണ്ട് ചിറകുകളും ശക്തമാക്കി ഉയരത്തിൽ പറക്കാൻ പര്യാപ്തമാക്കാനാണ് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത് എന്ന് നാം അടിവരയിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഖുർആൻ പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഈ ഖുർആനിന്റെ ആയത്ത് നെഞ്ചകത്ത് സൂക്ഷിക്കുന്ന ഏതൊരു ഉപ്പയും ഉമ്മയും തന്റെ കുട്ടികളെ മതം പഠിപ്പിക്കും. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് ആരാണ്? അവർ അറിവുള്ള ആളുകളാണ്, വിജ്ഞാനമുള്ള ആളുകളാണ്. മതപരമായ അറിവുകൾ നേടിയെടുക്കുമ്പോഴാണ് ഒരാൾ കൈക്കൂലി വാങ്ങാതിരിക്കണമെങ്കിൽ, ഒരാൾ അധാർമികമായ ജീവിതം നയിക്കാതിരിക്കണമെങ്കിൽ, ഒരാൾ മാതാപിതാക്കളെ ആദരിക്കണമെങ്കിൽ, അയൽവാസിയോടുള്ള പെരുമാറ്റം നന്നാക്കണമെങ്കിൽ അവൻ എന്തു വേണം? ശാസ്ത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ല, അല്ലെ? ഗണിതം പഠിച്ചത് കൊണ്ട് കാര്യമില്ല, സയൻസ് പഠിച്ചത് കൊണ്ട് കാര്യമില്ല. മറിച്ച് ആ അറിവ് അവന് ലഭിക്കുന്നത്, ആ ഇൽമ അവന് ലഭിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ആ അറിവ് അവന് ലഭിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അറിവുള്ള ആളുകളാക്കാൻ,
ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കൂടെ അറിവുള്ള ആളുകളാക്കാൻ, മതപരമായ അറിവ് കൂടെ നേടിയെടുക്കുന്ന ആളുകളാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് മതപരമായ അറിവ് കൊടുത്താൽ ആ അറിവിലൂടെ അവൻ അള്ളാഹുവിനെ അറിയും, അവൻ റസൂലിനെ അറിയും, മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കാൻ അവൻ പഠിക്കും, തിന്മകളിൽ നിന്ന് അവൻ അകന്നു നിൽക്കും. യാതൊരു സംശയമല്ല. ഞാൻ ഇന്നലെ കണ്ട 2 വീഡിയോകളുണ്ട്. അങ്ങ് ഫലസ്തീനിന്റെ മണ്ണിൽ, ഗാസയുടെ മണ്ണിൽ ഒരുപാട് കബറുകൾക്കിടയിൽ 2 കുട്ടികളിരുന്ന് ഏങ്ങി ഏങ്ങി കരയുന്ന ഒരു വീഡിയോ. വല്ലാതെ മനസ്സിനെ ഇളക്കിയൊരു വീഡിയോ ആണത്. ആ കുട്ടികളിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയ പ്രായമുള്ള കുട്ടികളല്ല, ഒരു 10 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആ ഖബറിന്റെ ചാരത്തിരുന്നവര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവരുടെ ഉമ്മയും ബാപ്പയൊക്കെ ഷഹീദായവരാണ്, മരണപ്പെട്ടു പോയവരാണ്. ആ ഖബറിന്റെ സമീപത്ത് വന്ന് നിറഞ്ഞ കണ്ണുകളോടുകൂടെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ മക്കളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അതാണ് ഈമാൻ എന്ന് പറയുന്നത്. അതാണ് അവർക്ക് ലഭിച്ച അറിവെന്ന് പറയുന്നത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളെ ദുആ ചെയ്യാറുണ്ടോ? നമ്മുടെ മക്കൾ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കുന്നവരാണോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടത് പ്രാർത്ഥിക്കാൻ അവർക്ക് തോന്നുന്നില്ല? അവർക്ക് മതപരമായ അറിവുകൾ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിജ്ഞാനത്തിന്റെ സദസ്സിലേക്ക് പോകുമ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മ പറയുന്നുണ്ട്, റബീഅ എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ സമീപത്തേക്കാണ് ഈ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഉമ്മ പറഞ്ഞു, ഇദ്ഹബി ഇലാ റബീഅ ഫതഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി. എന്താ വാചകം? നീ റബീഅ എന്ന് പറയുന്ന നിന്റെ ഗുരുനാഥൻ റബീഅയുടെ അടുക്കലേക്ക് നീ ചെല്ലുക. അദ്ദേഹത്തിന്റെ അടുക്കൽ നീ ചെന്നാൽ ആദ്യം നീ ചെയ്യേണ്ടത് അദ്ദേഹം പകർന്നു തരുന്ന അറിവ് നീ പഠിക്കുന്നതിന്റെ മുൻപ് അദ്ദേഹത്തിന്റെ സൽ സ്വഭാവം, അദബ് നീ സ്വീകരിക്കണം, സംസ്കാരം നീ സ്വീകരിക്കണം. ഇതാണ് ഉമ്മ മകന് കൊടുക്കുന്ന ഉപദേശം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മക്കൾക്ക് ഇത്തരത്തിലൊരു പാഠം പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇത്തരത്തിലൊരു ചിന്ത നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് ഒരു എക്സിബിഷൻ നടന്നു, ഒരു ഇസ്ലാമിക് എക്സിബിഷൻ. ആ എക്സിബിഷനിലെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ സാധിച്ചൊരു വ്യക്തിയായിരുന്നു ഞാനും. ആ എക്സിബിഷനിൽ ഒരാൾ കയറി വരുമ്പോൾ ആദ്യം അയാൾ കാണുന്ന കാഴ്ച ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കും. ആദ്യത്തെ കാഴ്ച അതാണ്. എക്സിബിഷൻ ഹാളിലേക്ക് കയറുമ്പോൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും, നമുക്ക് നമ്മളെ കാണാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്ന് യാത്ര ചെയ്യും. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഓരോ ബോർഡുകൾ വായിച്ച് ഓരോ ക്ലിപ്പുകൾ കണ്ടിങ്ങനെ യാത്ര ചെയ്ത് ആ യാത്രയുടെ അവസാനം എവിടെ? ഒരു ഖബറിന്റെ സമീപത്താണ്. നമ്മളെ കണ്ടു തുടങ്ങിയ യാത്ര അവസാനിക്കുന്നത് നമുക്ക് പോയി കിടക്കാനുള്ള ഒരു ഖബറിന്റെ സമീപത്താണ്. ഒരു ബാപ്പയും മകനും അതിലൂടെ കടന്നു വന്നു. ആ ബാപ്പയും മകനും അതൊക്കെ വായിച്ചും കണ്ടും കേട്ടും അവിടുന്ന് ആളുകൾ പറയുന്നത് കേട്ടുമൊക്കെ യാത്ര ചെയ്ത് അവർ ഖബറിന്റെ സമീപത്ത് വന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ബാപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് മകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ ഉപ്പ, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ഇത്രയും കാലം എന്തേ നിങ്ങൾ എനിക്കിത് പറഞ്ഞു തരാഞ്ഞത്? എന്തേ നിങ്ങൾ എനിക്കിത് പറഞ്ഞു തരാഞ്ഞത്? നിങ്ങൾ എനിക്ക് അറിവ് നൽകിയിട്ടുണ്ട്, വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട്, ഡോക്ടറാക്കാൻ, എഞ്ചിനീയറാക്കാൻ, ഭൗതിക മേഖലയിൽ നമ്മുടെ മക്കളെ ഉയർന്നു പറക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പണം കൊണ്ടും എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തി. എന്നാൽ പ്രിയപ്പെട്ടവരെ, മതപരമായ അറിവ് നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല എങ്കിൽ പരലോകത്ത് നമ്മൾ കുറ്റക്കാരാണ്. റബ്ബ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ പണിയെടുക്കണമെന്ന് റബ്ബ് നമ്മളെ ഏൽപ്പിച്ചതാണ്. അലി റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിച്ചത് അദ്ദിബൂഹും വഅല്ലിമൂഹും. അവർക്ക് നിങ്ങൾ സംസ്കാരം പകർന്നു കൊടുക്കണം, അറിവ് പകർന്നു കൊടുക്കണമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ മതം പഠിപ്പിക്കാൻ കൂടെ ഈ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കുട്ടി മതപരമായ അറിവ് കൂടെ നേടുന്ന ഒരു പള്ളിയിൽ പോകാനുള്ള സൗകര്യമെങ്കിലും അവൻ്റെ സ്ഥാപനത്തിന്റെ അടുത്തുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ മക്കളാണ് നമുക്ക് നഷ്ടമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളിലൂടെ കൺകുളിർമ ലഭിക്കുന്ന നല്ല രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മക്കളുടെ മതപഠനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രദ്ധ കാണിക്കേണ്ടവരാണ്
നമ്മളെന്നാണ് ഒന്നാമത്തെ ഖുത്ബയിലൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന കാര്യം. സഹോദരങ്ങളെ, ചെറിയ കുട്ടികൾക്ക് മതം പഠിക്കാൻ മദ്രസ സംവിധാനം ഏറെയുള്ള ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് മദ്രസ പഠനത്തിൻ്റെ പ്രായമുള്ള കുട്ടികൾക്ക് ആ അറിവ് പകരാൻ, ആ അറിവ് ലഭിക്കുന്ന മദ്രസകളിൽ മക്കളെ വിടാൻ രക്ഷിതാക്കൾ മടി കാണിക്കാൻ പാടില്ല. ഇപ്പം നമ്മുടെ ഈ പള്ളിയുടെ, നമ്മുടെ ഇതിൻ്റെ സമീപത്ത് നമുക്ക് മദ്രസ ഉണ്ട്. ആ മദ്രസയിലേക്ക് നമ്മുടെ കുട്ടികളെ ചേർക്കാം. അതുകൊണ്ട് തന്നെ മദ്രസ പ്രായമുള്ള കുട്ടികൾ ഇവിടുത്തെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടാൽ നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരറിയിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാവുക എന്നുള്ളത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. പുകവലിക്കുന്നൊരു ബാപ്പ മക്കൾക്ക് മാതൃകയല്ല. തോന്നിവാസം കാണിക്കുന്നൊരു ബാപ്പ മക്കൾക്ക് മാതൃകയല്ല. പള്ളിയിൽ വരുന്നൊരു ബാപ്പ മകന് മാതൃകയാണ്, മകൾക്ക് മാതൃകയാണ്. അതുകൊണ്ട് ഇസ്ലാമികമായ മേഖലകളിൽ മാതൃകയാകാൻ രക്ഷിതാക്കൾ എന്ന നിലയിൽ, ഉപ്പമാരെന്ന നിലയിൽ, ഉമ്മമാരെന്ന നിലയിൽ നമുക്ക് സാധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ നമ്മളെ കണ്ട് പഠിച്ചു വളരണം. അപ്പം നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു, എൻ്റെ കുട്ടി എന്നെ പോലെ ആകണം എന്ന് മകനെ വിളിച്ച് മകളെ വിളിച്ച് നമുക്ക് പറയാൻ പറ്റും, ഒരു ഉമ്മാക്ക് പറയാൻ പറ്റുമോ? പൂർണ്ണ മനസ്സോടുകൂടെ ഞാൻ എങ്ങനെയാണോ അതേപോലെ നീ ആയിക്കോളൂ, എന്നെ കണ്ട് നീ പഠിച്ചോളൂ എന്ന് ഒരു കുട്ടിയോട് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ, നമ്മുടെ കുട്ടിയോട് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാം. അല്ല എങ്കിൽ നമ്മൾ തിരുത്തണം. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാകാൻ, മോഡലാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവസാനമായി പറയാനുള്ളത്, ഒരു വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. അവർക്ക് പേനയും പുസ്തകവും ബാഗും എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കും. സഹോദരങ്ങളെ, നമ്മുടെ ഇടയിൽ ഒരുപാട് കുട്ടികൾ ഈ സൗകര്യങ്ങളൊന്നുമില്ലാത്ത, ഒരു ബാഗ് വാങ്ങാൻ പോലും കഴിയാത്ത, അതേപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാകും. അപ്പോൾ സാധിക്കുന്ന ആളുകൾ, എല്ലാവരും നല്ല, സാധിക്കുന്ന ആളുകൾ നമ്മുടെ കുട്ടിക്ക് വാങ്ങുന്നത് പോലെ ഒരു അർഹനായ ഒരു കുട്ടിക്ക് ഈ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ ആവശ്യമുള്ളതൊക്കെ, അനാവശ്യമായി കൊണ്ടല്ല, അത് പുസ്തകമാകാം, ബാഗാകാം, കൊടയാകാം, എന്തുമാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വാങ്ങിക്കൊടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണ്. ഒരു പ്രയാസപ്പെടുന്ന മനുഷ്യൻ്റെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ ഒരു ചെറിയ സഹായം ചെയ്യുന്ന, 1000-ഓ 2000-ഓ രൂപ മാറ്റിവെക്കുന്നതിലൂടെ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്രയാണ്. അപ്പം അത്തരം കാര്യങ്ങൾ കൂടെ ഈ സന്ദർഭത്തിൽ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒരു നിരന്തരമായ അന്വേഷണം നമ്മൾ നടത്തണം. അവരെന്താണ്, അവർ ക്ലാസ്സിലൊക്കെ വരുന്നുണ്ടോ? അത് മുതിർന്നവരായാലും ചെറിയ കുട്ടികളായാലും അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ സമയക്രമീകരണത്തിൽ സജീവമായ ബോധം ഉണ്ടാകണം. അവരുടെ മദ്രസയുടെ സമയം, സ്കൂളിൻ്റെ സമയം, കളിക്കാനുള്ള സമയം, ഇതൊക്കെ ഒന്ന് കൂടിയിരുന്ന് ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് ഉമ്മയും ബാപ്പയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് ഒരു ക്രമീകരണം വരുത്തി ഒരു പുതിയ അധ്യയന വർഷത്തെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കുളിർമയുള്ള കുടുംബമായി മാറാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين.